ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ ക്ലാസ് 5ാമത്തെ പാഠം മുതലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേത് നമുക്ക് 5ാമത്തെ പാഠം മുതൽ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നക ലഅലാ ഹുൽക്കിൻ അലീം. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളും ശരീരപ്രകൃതിയും ഒക്കെയാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? അങ്ങാടിയിൽ കുട്ടികളുടെ കളി നോക്കി നിൽക്കുകയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് മോനെ എവിടേക്കോ പറഞ്ഞയച്ചതാണ്. ആ പോകുന്ന വഴിയിലാണ് അനസ് റളിയല്ലാഹു അൻഹു ഈ കുട്ടികളുടെ കളി നോക്കി നിൽക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അത് കാണുകയാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് എന്ന്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം സേവനം ചെയ്തിട്ടുണ്ട്? 10 വർഷം. മനസ്സിലാക്കുക. ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ ചോദ്യമൊക്കെ ആയിട്ട് വരാറുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതൊക്കെ വരാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ടുണ്ട്. എത്ര വർഷം? 10 വർഷം. എന്നാൽ ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനു ചെയ്തു എന്നോ, അങ്ങനെ ചെയ്തത് എന്തിനാണെന്നോ, അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊന്നും ഒരിക്കൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ? ചേ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആരാണിത് പറയുന്നത്? ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ ഡാഷ് പോലെയാണ്. എന്താണ്? മുത്തുമണികൾ പോലെയാണ്. ഇട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. കരങ്ങൾ നന കൈകൾ പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. അവിടുത്തെ വിയർപ്പിൻ്റെ സുഗന്ധം ഒരു അത്തറിനും ഞാൻ വാസനിച്ചിട്ടില്ല. ഇത് പറഞ്ഞതാരാണ്? അനസ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനുള്ള സുഗന്ധം ഒരു അത്തറിനും ഞാൻ വാസനിച്ചിട്ടില്ല. ആരാ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്. എന്താ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ വിയർപ്പുകൾ ശേഖരിക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ കൂട്ടി അത് ഉപയോഗിക്കും. സുഗന്ധദ്രവ്യത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അത്രയും സുഗന്ധമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു. വസ്ത്രം തയ്ക്കുമായിരുന്നു. ആടിനെ കറക്കുമായിരുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ മാതൃകയാണ്. വിനയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കാം. പിന്നെ അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. മനസ്സിലാക്കുക. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൈര്യത്തോടെ പോയി അതെന്താണെന്ന് അറിഞ്ഞു വന്നു. മദീനക്കാർ എന്നാൽ ഭയന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി എന്താണെന്ന് അറിഞ്ഞു വന്നു. അവരോട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. അവിടുത്തെ ശരീരപ്രകൃതിയാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം എന്തായിരുന്നു? ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു.
ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ടു പോലും കളവ് പറയില്ല. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി എങ്ങനെയുള്ളതാണെന്ന ചോദ്യം വന്നാൽ ഇത് എഴുതുക, മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തിനെ കുറിച്ചിട്ട് ചോദ്യം വന്നാൽ എന്താ എഴുതാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. ഉമിനീരിലെ ബർക്കത്തിന് ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞാലോ, അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. അതുപോലെ യുദ്ധത്തിൽ അമ്പു തറച്ചു പറഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് ഉമിനീര് ചേർത്ത് തടവിയപ്പോൾ പൂർണ്ണസ്ഥിതിയിലായി. മനസ്സിലാക്കുക, ഉമിനീരിൻ്റെ ബർക്കത്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് വേറെ ചോദ്യം വരാം. എന്ത്? യുദ്ധത്തിൽ അമ്പ് തറച്ചു പറഞ്ഞു തൂങ്ങിയ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് ചേർത്ത് തടവിയപ്പോൾ പൂർണ്ണസ്ഥിതിയിലായി. ആരുടെ കണ്ണായിരുന്നോ? ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ്. മനസ്സിലാക്കുക, പേര് എഴുതാൻ വരും. ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണാണ്. പിന്നെന്താണ്? മുടിയിലെ ബർക്കത്താണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സഹാബികൾക്ക് ശിഫാ ലഭിച്ചു. കേശം എന്ന് പറഞ്ഞാൽ മുടി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് ആ വെള്ളം ഷിഫായിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് സഹാബികൾ. മനസ്സിലാക്കുക. അപ്പോൾ മുടിയുടെ ബർക്കത്തിനെ കുറിച്ച് എഴുതാൻ വന്നാൽ ഇത് എഴുതുക, മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലസ്തു കഅഹദിൻ മിൻഹും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ലസ്തു കഅഹദിൻ ഡാഷ്, ലസ്തു കഅഹദിൻ മിൻകും. നമുക്ക് എഴുതാൻ കഴിയണം ലസ്തു ഡാഷ് മിൻകും. അപ്പോൾ അവിടെ കഅഹദിൻ എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൻ്റെ സാരം എഴുതാൻ വരും. അർത്ഥം എഴുതുക, സാരം എഴുതുക എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ്? ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എഴുതുക. അപ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല വിശദീകരിക്കുക. അപ്പം എന്ത് എഴുതാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഹാത്തമുൻ നുബൂവത്ത് എന്ന അടയാളമുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ട് അത് എഴുതുക. ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ വന്നാൽ ഇത് ഈ പാരഗ്രാഫ് എഴുതുക, മനസ്സിലാക്കുക. പിന്നെന്താ ഇവിടുന്ന് വേറെന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല ആദ്യമായി പടച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. നൂറെന്ന് പറഞ്ഞാൽ പ്രകാശം, മനസ്സിലാക്കുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഡാഷ് അടയാളമുണ്ട്. എന്താണ്? ഹാത്തമുൻ നുബൂവത്ത് എന്ന അടയാളമുണ്ട് ചുമലുകൾക്കിടയിൽ. ഹാത്തമുൻ നുബൂവത്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും പാഠഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ചോദ്യം തിരിച്ചും മറിച്ചൊക്കെ വരാം. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചോദ്യത്തെ മനസ്സിലാക്കിയെടുക്കുക. തദ്ബിറാത്തൊക്കെ ഇതിൻ്റെ കൂടെ നന്നായി പറഞ്ഞ് പഠിക്കുക. അപ്പം നമ്മൾ പാടത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ ഇതിലെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ. 6ാമത്തെ പാഠം ഹബീബുള്ള. എന്താണ് പാഠത്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ സ്നേഹിച്ചതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം. സഹാബികൾ സ്നേഹിച്ചതിനുള്ള ഉദാഹരണമാണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
സൗർ ഗുഹയിലെത്തിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹ വൃത്തിയാക്കി. അകത്ത് കുറേ മാളങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം കൈവശമുള്ള വസ്ത്രം കീറി അടച്ചു. ഒരു മാളം അടയ്ക്കാൻ തുണി തികഞ്ഞില്ല. അപ്പോൾ അവിടുത്തെ പെരുവിരൽ തിരുകി വെച്ച് മാളം അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെരുവിരലിൽ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം കൊത്തി. കഠിനമായ വേദന. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി അദ്ദേഹം ഇളകിയില്ല. അങ്ങനെ വേദന സഹിക്കാതെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വീണു. അവിടുന്ന് ഉണർന്നു. കാര്യമന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുറിവ് സുഖപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വേദന ശമിച്ചു. വിഷം ഇറങ്ങി. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയപ്പോഴാണ്. അപ്പോൾ അത് ഉമിനീരിൻ്റെ ഒരു ബർക്കത്തിനെ കുറിച്ചുള്ള ഉദാഹരണമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയും സൗർ ഗുഹയിലെത്തിയതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. സഹാബികളുടെ പ്രവാചക സ്നേഹം ഇങ്ങനെയായിരുന്നു. മനസ്സിലാക്കുക. അവർ എല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. സഹാബികൾ എല്ലാറ്റിനേക്കാളും സ്നേഹിച്ചു. എന്താണ് വന്നാൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്താണ് പറയുന്നത്? നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. എങ്ങനെ? മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനങ്ങൾ എന്നിവരെക്കാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല. മനസ്സിലാക്കി പഠിക്കേണ്ടത്. നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല. എങ്ങനെ? മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനങ്ങൾ എന്നിവരെക്കാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പകർത്തിയ സുന്നത്തിന് അളവ് വിടാതെ പിന്തുടരാൻ പ്രവാചക സ്നേഹം അവരെ പ്രേരിപ്പിച്ചു. സഹാബികളെ. മനസ്സിലാക്കുക. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, പേര് മനസ്സിലാക്കി വെക്കുക. ഇബ്നു റവാഹ മസ്ജിദ് നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടു. ഇത് കേട്ട അദ്ദേഹം താൻ എത്തിയ സ്ഥലത്തിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം വരാറുണ്ട്. സദസ്യരോട് ഇരിക്കൂ എന്ന് പറഞ്ഞത് കേട്ട സ്ഥലത്ത് തന്നെ ഇരുന്ന മഹാനാര്? സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് കേട്ട് പള്ളിയുടെ പുറത്ത് എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്ന മഹാനാരെന്ന് പേര് ചോദിച്ചിട്ട് ചോദ്യം വരാറുണ്ട്. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. ഉംറ ചെയ്യാൻ സഹാബികളോടൊപ്പം മക്കയിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ തടഞ്ഞു. എവിടെ തടഞ്ഞു? ഹുദൈബിയയിൽ തടഞ്ഞു. നബിയോടും സഹാബികളോടും തിരിച്ചു വരക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവർ സന്ധി സംഭാഷണത്തിന് വേണ്ടി ആരെയാണ് അയച്ചത്? ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫിയെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. ഹുദൈബിയ സന്ധി സംഭാഷണത്തിന് വേണ്ടി ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചത് ആരാണ്? ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫി എന്നിവരെയാണ് അയച്ചത്. അദ്ദേഹം ഖുറൈശികളോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫി അത്ഭുതപ്പെടുത്തി. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് കണ്ടിട്ട്
അദ്ദേഹം ഖുറൈശികളോട് പോയി പറയുകയാണ്. എന്താ പറഞ്ഞത്? അള്ളാഹുവാണ് സത്യം, ജനങ്ങളെ, ഞാൻ കിസ്ര രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, കൈസർ രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുടെ സദസ്സിലും ചെന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫി ഖുറൈശികളോട് പറഞ്ഞതാണ്. മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇവിടെ പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവർ ശരീരത്തിലും മുഖത്തും തടവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവർ കൈകളിൽ എടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുക പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഉദാഹരണമൊക്കെ എഴുതാൻ വന്നാൽ ഇത് എഴുതുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം 5 വരിയിൽ എഴുതാൻ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതി വെക്കേണ്ടത്. 5 വരിയിൽ കുറയാതെ വിവരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തെ കുറിച്ചിട്ട് എഴുതാൻ വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അന്നബി ഔലാ ബിൽ മുഅ്മിനീന ഡാഷ് മിൻ അൻഫുസിഹിം. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ് ആര്? ചോദ്യം വരാം. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ വശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഇതന്നെയാണ് എഴുതേണ്ട. മനസ്സിലാക്കി പഠിക്കുക. യൗമുൽ ഫുർഖാൻ 7ാമത്തെ പാഠം ബദർ ദിനം. ബദർ ദിനത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നന്നായി മനസ്സിലാക്കാൻ ഒരുപാട് ഒറ്റ വാക്കിൽ ചോദ്യങ്ങൾ വരുന്ന പാഠഭാഗമാണ്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്നാണ് ബദർ യുദ്ധം നടന്നത്? ബദർ യുദ്ധം ഹിജ്റ 2ാം വർഷം റമളാനിലാണ്. റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടക്കാനുണ്ടായ സന്ദർഭം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഖുറൈശികൾ ക്രൂരമായി ഉപദ്രവിച്ചു. അവർ മദീനയിലേക്ക് പോയി. അവരുടെ സമ്പത്തുകളൊക്കെ ഖുറൈശികൾ കൈക്കലാക്കി. മുഹാജിറുകളുടെ സമ്പത്തൊക്കെ ഖുറൈശികൾ കൈക്കലാക്കി. മുശ്രിക്കുകൾ, അവരാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്, അവർ കൈക്കലാക്കി. എന്നിട്ട് അവർ മദീനയെ ആക്രമിക്കാനുള്ള ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ അവരെ പ്രതിരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും അനിവാര്യമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക എന്താണ്? ബദർ പന്തൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, ഈ ചെറുസംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ പന്തിൽ വെച്ച് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതാണ്. മനസ്സിലാക്കി പഠിക്കുക. സഹാബത്തിൻ്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബിയെയും സഹാബത്തിനെയും സഹായിച്ചു. അവർ ബദറിൽ വിജയിച്ചു. മനസ്സിലാക്കുക. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവുമാണ് ബദറിൽ മുസ്ലിമുകൾക്ക് തുണയായത്. മനസ്സിലാക്കി പഠിക്കുക. ബദറിൽ 14 സഹാബികൾ ഷഹീദായി. ബദറിൽ 14 സഹാബികളാണ് ഷഹീദായത്. മുശ്രിക്കുകൾ 70 പേർ കൊല്ലപ്പെടുകയും 70 പേര് തടവിലാക്കുകയും ചെയ്തു. മുശ്രിക്കുകളിൽ 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് തടവിലായി. സഹാബികളിൽ 14 പേരാണ് ഷഹീദായത്. മനസ്സിലാക്കുക. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ വഫാത്തായി, മരണപ്പെട്ടു. അപ്പോൾ അത് മുശ്രിക്കുകളായതുകൊണ്ടാണ് ഇവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. പിന്നെന്താണ്? ലോക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ധർമ്മസമരമായിരുന്നു അത്. ഏത് ബദർ യുദ്ധം. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്തിനാണ് ബദർ യുദ്ധം നടന്നത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടു. ആരുടെ കച്ചവട സംഘമായിരുന്നു? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം. പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുകളും അവരെത്ര പേരുണ്ടായിരുന്നു? 313. അപ്പോൾ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളുടെ എണ്ണം 313 മനസ്സിലാക്കുക. അവന് അബൂ സുഫിയാന് സഹായത്തിനായി മക്കയിലേക്ക് ദൂതനെ അയച്ചു. അവിടുന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം പേര്. അപ്പോൾ മുശ്രിക്കുകൾ 1000ഓളം പേരായിരുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിലായിരുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000ഓളം പേരുള്ള ഒരു സൈന്യമാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നായിരുന്നു ബദറിൽ വെച്ച് ഇരു സംഘവും ഏറ്റുമുട്ടിയത്. ബദറിൽ വെച്ചായിരുന്നു. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി. അവർ വൻ വിജയം നേടി. ബദറിൽ മുസ്ലിങ്ങൾക്ക് തുണയായത് എന്ത്? ചോദ്യം വരാറുണ്ട്. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവുമാണ് മുസ്ലിങ്ങൾക്ക് തുണയായത്. ബദറിൽ പങ്കെടുത്തവരാണ് ഡാഷ്. ആരെ? ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്തവർക്ക് ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ബദരീങ്ങൾ എന്ന് പറയുന്നു. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ആർക്കാണ് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയത്? ചോദ്യം വരും. ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു നബിയോട്, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്ത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അപ്പം അതും വരും. മുസ്ലിമുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ്? ബദറിൽ പങ്കെടുത്തവർ, ബദരീങ്ങൾ. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ പാടത്തുന്നുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം, എത്ര പേര് ഷഹീദായി, മുശ്രിക്കുകൾ എത്ര പേരുണ്ടായിരുന്നു, അവരിൽ എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേര് തടവിലാക്കപ്പെട്ടു, എന്നാണ് ബദർ യുദ്ധം നടന്നത്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബദർ യുദ്ധത്തെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. ബദർ യുദ്ധത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാം. എന്താണ്? ഹിജ്റ 2-ാം വർഷം റമളാൻ 17 ഇനി ബദറിൽ വെച്ചായിരുന്നു മുശ്രിക്കുകളും സഹാബികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. മുസ്ലിമുകൾ 313 പേരുണ്ടായിരുന്നു. എന്നാൽ മുശ്രിക്കുകൾ 1000ഓളം പേരുണ്ടായിരുന്നു. 14 സഹാബികൾ ഷഹീദായി. മുസ്ലിക്കുകളിൽ 70 പേര് കൊല്ലപ്പെടുകയും 70 പേര് തടവിലാക്കപ്പെടുകയും ചെയ്തു. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി. അവിടുന്ന് വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് 5 വരികൾ കുറയാതെ എഴുതാം. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു. അവരെ തവസ്സുലാക്കി നാം ദുആ ചെയ്യുന്നു. ആരെ? ബദരീങ്ങളെ. അപ്പോൾ ബദരീങ്ങളുടെ പേരുകൾ എഴുതി ബർക്കത്തെടുക്കലും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യലൊക്കെ നമുക്ക് ബർക്കത്തുള്ളതാണ്.
ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്, നന്നായി മനസ്സിലാക്കുക. വലക്കത് നസറക്കും മുല്ലാഹു ബി ബദരിൻ, വലക്കത് നസറക്കും മുല്ലാഹു ബി ബദരിൻ, നിശ്ചയം ബദറിൽ നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക. വലക്കത് നസറക്കും മുല്ലാഹു ഡാഷ് തരും ബി ബദരിൻ, നിശ്ചയം ബദറിൽ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് എന്ന് വെച്ചാലാ എന്താ ചെയ്താൽ നമുക്ക്, അവർ മുസ്ലിങ്ങളിൽ ശ്രേഷ്ഠരാണ്, അവർ മുസ്ലിങ്ങളിൽ ശ്രേഷ്ഠരാണ് എന്നുള്ളത് നമുക്ക് എഴുതാം. അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു, അവരെ തവസ്സിലാക്കി ദുആ ചെയ്യുന്നു. അപ്പോൾ ചോദ്യത്തിന് മാർക്കിനനുസരിച്ച് നമുക്ക് ചേർത്ത് എഴുതാം. 2 മാർക്കൊക്കെ ആണെങ്കിൽ അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, അത് എഴുതാം. പിന്നെ 4 മാർക്കിൻ്റെതാണ് വന്നതെങ്കിൽ അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു, അവരെ തവസ്സുലാക്കി നാം ദുആ ചെയ്യുന്നു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഒക്കെ ചേർത്തിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക, പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്തൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.